ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഈ ക്ഷമിക്ക്, ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേനോ? അത് വെറും സൈഡ് ബിസിനസ്. മെയിൻ ഈ കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിലെ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമായിട്ടുണ്ടോ? ആ അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് തീർത്താനി. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്രയും കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. പണ്ടാരടങ്ങുന്ന ആരാണ് ഈ നേരത്തെ? എന്താണ്ടി രണ്ടിനും കൂടി കെട്ടിയെടുത്തും കൂടെ കൊണ്ടുവന്നിക്കണ്? ബാപ്പാ, നിങ്ങൾക്ക് തീരെ സുഖമില്ല. അന്റെ ഉമ്മക്ക് എന്നാണ്ടി സുഖമായിട്ടുള്ളത്? അന്നെ പെട്ടെന്ന് തുടങ്ങിയല്ലേ പണ്ടാരടക്കണെങ്കിൽ ബലിക്കല്? ആസ്മ അധികം അയക്കണ്. ഉമ്മ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാ, ഒരു 100 റുപ്യ തരാന്. നാട്ടില് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാ. എന്റെ ഉമ്മാക്ക് സ്പെഷ്യലായിട്ടൊന്നുമല്ല. പോയി ചത്തുവിട്ടിട്ട് എന്നാ എല്ലാരും ബുദ്ധിമുട്ടും തീരും. ബാപ്പാ, അവിടെ നിർത്തി ഞമ്മക്ക് ഇനി ആപിടിയാക്കണ്ട. രണ്ടിറങ്ങി എന്താ നോക്കണ്? ഇനി ബാപ്പാന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ കാര്യം പറ. ഈ പണി ഇങ്ങോട്ട് കയറിപ്പോയത് എന്തായാലും നോക്കിയിട്ട് അബേരി കയറി തരി. നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. എന്തേ, പൈസ വല്ലതും വേണോ? മടിക്കണ്ട, പറഞ്ഞോളി. അങ്ങാടി നടന്ന കച്ചടയൊക്കെ നിങ്ങളും കണ്ടതല്ലേ. ഇപ്പൊ ഞമ്മക്കും ബാസിയാ. പണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, അന്ന് ഞമ്മളൊന്നും പൊട്ടിയില്ല. ആ ഒക്കെ ഓളുടെ നസീബായിരിക്കും. ആമിനാനെ ഇങ്ങക്ക് നിക്കാഹ് കഴിച്ചു എന്ന എന്താണെന്ന് ഞമ്മക്കൊരു തോന്നല്. വെറുതെ നേരം വൈകിക്കണ്ട. ഇനി ഇങ്ങക്ക് ഞമ്മക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്നാ ഞമ്മളതങ്ങ് ഉറപ്പിക്കുക. നിക്കാൻ കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്
എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ. എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ആനൊക്കെ ബബരം വേണ്ടേ? നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓൾ ഇവിടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോളുണ്ട്, ആമിനന്റെ അത്ര. അതിനെന്താന്ന്? ഓ ആണല്ലേ, ഓനെ വിടുക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. എന്റെ സമ്മതം ചോദിച്ചായി ബിലീഷെ, മുന്താണ്ടിരുന്നു വടക്കോയി കൂവണ്ട. മോളെ, എനിക്ക് നിക്കത് വേണ്ടുമ്മ. നമ്മൾ നിക്കത് കഴിക്കൂല. അനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. ഈ എവിടേക്കാടാ ഇന്ന് പെണ്ണ് കാണാൻ പോണത്? കൊയിലാണ്ടിക്ക്. കൊയിലാണ്ടിക്കാ? ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കൊയിലാണ്ടി പോയിച്ച പെണ്ണ് കാണുന്നു. ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ ചേല് കാണല്ല. എന്താണ് എനിക്കൊരു കുറവ്? കുറവെന്താ പോയി നോക്ക്, എനിക്ക് വേറെ പണിയിടുന്നു. എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ല് വരുമെന്ന്. എവിടെ? ഈ ഉണ്ണുമാക്ക് വേറെ പണിയില്ല. തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ. ഈ ഒന്ന് പോടാ. കുന്നത്തങ്ങാടിയിൽ ആണുങ്ങള് മീശയും അടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ. ആണുങ്ങള് മലപ്പുറത്തുനിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കം മരുന്നി വന്നു. ഈയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി. ഉമ്മുമ്മ വെറുതെ പെരുകെട്ടല്ലേ. അനക്ക് വേണ്ടില്ല സീസേ. ഈ ബോർഡും തൂക്കി പിടിച്ചിരുന്നാ മതിയാ. ഓളെ കെട്ടണ്ടേ? എപ്പോഴാ ഓളെ കടത്തിക്കൊണ്ട് പോണേ? എപ്പോഴാന്നാ? ഇത് പോയി തോട്ടിക്കോലൻ കേമായിട്ടുണ്ട്. തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട്. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവിടെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്ക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാ നമ്മൾ കണ്ടത്. മജീദ, നീ വീണോ? ഇല്ല, ഞാന് ഇങ്ങക്ക് പുഴക്കടൻ അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. എവിടെ പത്മയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലെന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. തീരാനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങള് രണ്ട് പന്നിയോളും തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെയേ ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പോഴാ മലപ്പുറത്തേക്ക്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലിൽ മുട്ട അടിച്ചിട്ട്. അതിനെന്താ, കുളിച്ചിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ അതിന് പൂവൻ കൊയിനൊക്കെ മേടിപ്പിക്കാം. മൊയ്തീനിക്ക, വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കക്ക് വിശന്ന് തുടങ്ങില്ലേ? മൊയ്തീനിക്ക, അതൊക്കെ എനിക്കറിയാം. ഞാനായിക്കൊണ്ട് നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോയിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്കി. കോയിനെ മേടിച്ചോണ്ട് വാ. അല്ല, വെള്ളം ചൂടാക്കാൻ ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കൻ കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ. മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലച്ചാണെന്ന്. ഈയും കൊടുക്കും. ഈ ഒച്ചപ്പെടും മജീദ്. അല്ല, ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി രണ്ട് പൂവൻ കോയിനെ മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. മലപ്പുറം പോയി അങ്ങാടി പോയി കോയിനെ മേടിക്കേ. മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട.
ഇടങ്ങറായല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദ് ഈ ഇങ്ങനെ ദയല്ലാത്തവനായാലോ? ആ പെരിച്ചായി കോഴി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി ഏ? മൊയ്തീനിക്ക മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ? എന്തേ ധൃതി? ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം. ഇന്റെ അല്ലാ. മൊയ്തീനിക്ക ഇരുട്ടാണ്, ടോർച്ച് മണി കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ഞമ്മൾ പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അതിങ്ങൾ നോക്കണ്ട. ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്നെ മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ്ക്കാന്നും വിളിക്കും, ജമാലിക്കാന്നും വിളിക്കും, പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നത്. ഈ പോയിട്ട് ആരാ നോക്കിയത് വാ. നിങ്ങളിത് തിന്നീന്ന്. ആരാ മജീദ് ബസ്സിൽ വന്നു? മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്. അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ഭയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം സ്ഥലം കാര്യാക്ക്. ഞാൻ വേഗം സ്ഥലം കാര്യാക്കാനാ പറഞ്ഞത്. ചെല്ലി.